ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ തുടക്കമായി. വനിതാ സംവരണ ബിൽ പാസാക്കിയതിൽ പാർലമെന്റിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിലെ നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന അംഗങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട അവസരമാണ് ബജറ്റ് സമ്മേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 14 പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 6.7% വർദ്ധിപ്പിച്ച് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദമാക്കിയ രാഷ്ട്രപതി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ വർഷമാണ് കടന്നുപോയതെന്ന് പറഞ്ഞു. ജനങ്ങൾ ദശാബ്ദങ്ങളായി കാത്തിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ രാജ്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പൂർത്തിയാക്കി. അയോധ്യയിലെ രാമക്ഷേത്രം ജനങ്ങളുടെ നൂറ്റാണ്ടുകളായുള്ള സ്വപ്നത്തിന്റെ സാഫല്യമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കിയതും മുത്തലാഖ് നിരോധിച്ചതും സർക്കാരിന്റെ നേട്ടങ്ങളാണ്. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറാനായതും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമെത്തുന്ന രാജ്യമായതും മികച്ച ചുവടുവയ്പുകളാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. വനിതാ സംവരണ ബിൽ പാസാക്കാനായതിൽ പാർലമെന്റ് അംഗങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. भारत चंद्रमा के दक्षिण ध्रुव पर झंडा फहराने वाला पहला देश बना. भारत ने सफलता के साथ आदित्य मिशन लॉन्च किया. ऐतिहासिक G20 सम्मेलन के सफलता ने पूरे विश्व में भारत की भूमिका को सशक्त किया. भारत को अपनी पहली नमो भारत ट्रेन तथा पहली अमृत भारत ट्रेन मिली. 3 दशक बाद नारी शक्ति बंधन अधिनियम पारित करने के लिए मैं आपकी सराहना करती हूँ. इससे लोकसभा और विधानसभा के महिलाओं की ज्यादा भागीदारी सुनिश्चित हुई है. G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചതിലൂടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെട്ടതായും പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ തന്റെ ആദ്യ അഭിസംബോധനയിൽ രാഷ്ട്രപതി പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾ രാജ്യത്തിന്റെ ശക്തിയായി മാറി. വലിയ തോതിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. അർത്ഥപൂർണമായ ചർച്ചകൾക്ക് പുതിയ പാർലമെന്റ് മന്ദിരം വേദിയാകുമെന്ന പ്രതീക്ഷയും ശ്രീമതി മുർമു പങ്കുവച്ചു. പാർലമെന്റിലെ സഭാ നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും അതുവഴി ഭരണഘടനാ മൂല്യങ്ങൾ കുറച്ചു കാണുകയും ചെയ്യുന്ന അംഗങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട അവസരമാണ് ബജറ്റ് സമ്മേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ ക്രിയാത്മക സംഭാവനകൾ നൽകിയ എംപിമാരെ എക്കാലവും ഓർത്തിരിക്കുമെന്നും എന്നാൽ തടസ്സമുണ്ടാക്കുന്നവരെ ഓർമ്മിക്കാനിടയില്ലെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനത്തിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയത് നേട്ടമായി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം സ്ത്രീകളുടെ ശക്തിക്കും ധീരതയ്ക്കും സാക്ഷ്യം വഹിച്ചതായും പറഞ്ഞു. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ധനമന്ത്രിയായ ശേഷമുള്ള നിർമ്മല സീതാരാമന്റെ 6ാം ബജറ്റിനാണ് നാളെ പാർലമെന്റ് വേദിയാവുക. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അടുത്ത മാസം 9 വരെയാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. 14 പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ പാർലമെന്റ് പിൻവലിച്ചു. കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തിയതായി ചൂണ്ടിക്കാട്ടിയാണ് എംപിമാരെ സസ്പെൻഡ് ചെയ്തത്. അംഗങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന സഭാ അധ്യക്ഷന്മാർ അംഗീകരിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. രാജ്യസഭയിലെ 11 എംപിമാരുടെയും ലോക്സഭയിലെ 3 എംപിമാരുടെയും സസ്പെൻഷനാണ് റദ്ദാക്കിയത്. റബ്ബറിന്റെ വിലത്തകർച്ചയും സംസ്ഥാനത്തെ റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടുന്ന അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും മോൻസ് ജോസഫാണ് പ്രമേയത്തിന് അനുമതി തേടിയത്. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാത്തതാണ് എന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. റബ്ബർ കർഷകരുടെ കാര്യത്തിൽ ദയനീയ സ്ഥിതിയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ അന്താരാഷ്ട്ര കമ്പനികളുമായി കേന്ദ്ര
സർക്കാർ കരാറിൽ ഏർപ്പെട്ടതാണ് റബ്ബർ കർഷകരുടെ ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് മന്ത്രി പി പ്രസാദ് മറുപടിയായി പറഞ്ഞു. റബ്ബർ കർഷകരെ സഹായിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും ഇനിയും സാധ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 6.7% വർദ്ധിപ്പിച്ച് അന്താരാഷ്ട്ര നാണയനിധി. 6.3% വളർച്ചയാണ് മുൻപ് കണക്കാക്കിയിരുന്നത്. ശക്തമായ പൊതുമേഖലാ നിക്ഷേപവും തൊഴിൽ വിപണിയിലെ അനുകൂല പ്രവണതയുമാണ് വളർച്ചയ്ക്ക് കാരണമായി IMF ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും IMF വ്യക്തമാക്കി. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്യും. തന്റെ വസതിയിലെത്തി ചോദ്യം ചെയ്യാമെന്ന് ED ഉദ്യോഗസ്ഥരെ ഹേമന്ത് സോറൻ അറിയിക്കുകയായിരുന്നു. കേസിൽ ഇത് 2ാം തവണയാണ് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യുന്നത്. അതിനിടെ സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നതിനായി ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണകക്ഷി MLA-മാരുടെ യോഗം വിളിച്ചു ചേർത്തു. ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ യോഗത്തിൽ ചർച്ചയായെന്നാണ് വിവരം. 2 മണിക്കൂർ നീണ്ട യോഗത്തിൽ 43 MLA-മാർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS സുമിത്ര അറബിക്കടലിൽ നടത്തിയ ഓപ്പറേഷനിലൂടെ ഒരു ഇറാനിയൻ കപ്പലിനെയും 19 ജീവനക്കാരെയും സൊമാലിയൻ കടൽക്കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തി. പാകിസ്ഥാൻ പൌരന്മാരാണ് കപ്പലിലെ ജീവനക്കാർ. INS സുമിത്ര ഇത് 2ാം തവണയാണ് കടൽക്കൊള്ള ശ്രമം പരാജയപ്പെടുത്തുന്നത്. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂടൽമഞ്ഞ് തുടരുന്ന സാഹചര്യത്തിൽ നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. ഡൽഹിയിലെത്തേണ്ട 23 ട്രെയിനുകളാണ് വൈകി ഓടുന്നത്. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് രാവിലെ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ താപനില വരും ദിവസങ്ങളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 6ാം പതിപ്പിന് ഇന്ന് സമാപനം. ചെന്നൈയിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പങ്കെടുക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 5600-ലധികം വരുന്ന അത്ലറ്റുകളാണ് ഈ മാസം 19 മുതൽ നടന്നുവരുന്ന യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 4ാം പതിപ്പിന് മറ്റന്നാൾ തുടക്കമാകും. കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം നിർവഹിക്കും. ഫെബ്രുവരി 6 വരെ നീളുന്ന മത്സരങ്ങൾക്ക് ലഡാക്കിലെ ലേ വേദിയാകും. FIH ഹോക്കി 5s പുരുഷ ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഈജിപ്തിനെ നേരിടും. ഇന്നലെ കെനിയയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യ 4-നെതിരെ 9 ഗോളുകൾക്കാണ് വിജയിച്ചത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഉത്തം സിംഗ് ഹാട്രിക് നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 506 പോയിന്റ് ഉയർന്ന് 71,646-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 157 പോയിന്റ് നേട്ടത്തിൽ 21,679-ലും വ്യാപാരം പുരോഗമിക്കുന്നു. ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൌകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി കഴക്കൂട്ടം, ചെങ്ങന്നൂർ ഉൾപ്പെടെ 6 സ്ഥലങ്ങളിൽ ഇടത്താവള നിർമ്മാണം പുരോഗമിക്കുന്നതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ശബരിമലയിലെ റോപ്പ് വേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പഠനം നടന്നുവരുന്നു. എരുമേലി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും ശ്രീ കെ രാധാകൃഷ്ണൻ അറിയിച്ചു. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ മുൻ സർക്കാർ പ്ലീഡർ PG മനു പോലീസിൽ കീഴടങ്ങി. എറണാകുളം പുത്തൻകുരിശ് പോലീസ് മുമ്പാകെ ഇന്ന് രാവിലെയാണ് കീഴടങ്ങിയത്. കേസിൽ മനുവിന് കീഴടങ്ങാൻ 10 ദിവസത്തെ സമയം ഹൈക്കോടതി നേരത്തെ അനുവദിച്ചിരുന്നു. പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് അവലോകനം ചെയ്ത ഹൈക്കോടതി പ്രതി ഗുരുതര കുറ്റകൃത്യമാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും RJD നേതാവുമായ തേജസ്വി പ്രസാദ് യാദവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. തൊഴിൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട് പട്നയിലെ ED ഓഫീസിൽ ഇന്നലെയാണ് ചോദ്യം ചെയ്യൽ നടന്നത്. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൌണ്ടിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 214 റൺസ് ജയം. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 295 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് 81 റൺസിന് പുറത്താവുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ തുടക്കമായി. വനിതാ സംവരണ ബിൽ പാസാക്കിയതിൽ പാർലമെന്റിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു.
പാർലമെന്റിലെ നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന അംഗങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട അവസരമാണ് ബജറ്റ് സമ്മേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 14 പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 6.7% വർദ്ധിപ്പിച്ച് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.